Hi all, good evening. Welcome to PsyQuesta. എല്ലാവർക്കും BAPCH സെക്കൻഡ് ഇയർ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് വാം വെൽക്കം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും എന്താ പറയാ ഒന്ന് തലവേദന ഒഴിഞ്ഞിരിക്കുകയാണ് എന്ന് തോന്നുന്നു അല്ലേ? തലവേദന ഒഴിയാനുള്ള ടൈമും ആയിട്ടില്ല. നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകേണ്ടതുണ്ട്. സെക്കൻഡ് ഇയർ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് BAPCH ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഫസ്റ്റ് ഇയറിലെ 8 സബ്ജക്റ്റും തേർഡ് ഇയറിലെ 7 സബ്ജക്റ്റും മാത്രമേ വരുന്നുള്ളൂ. സെക്കൻഡ് ഇയറിൽ 10 സബ്ജക്ട്സ് ആണ് വരുന്നത്, 10 സബ്ജക്ട്സ്. അതിൽ 6 കോർ സബ്ജക്റ്റ് ആണ്. സൈക്കോളജിയുടെ ഏത് മേഖലയിൽ നിങ്ങൾ പോയാലും ആവശ്യമുള്ള ഒരു 5 കോർ സബ്ജക്ട്. ഇത് കൂടാതെ 4 ഇലക്റ്റീവ് പേപ്പറും അടക്കം 10 സബ്ജക്റ്റ് ആണ് സെക്കൻഡ് ഇയറിൽ വരുന്നത്. വളരെ എന്താ പറയുക, നന്നായിട്ട് പഠിക്കേണ്ട. കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിരുന്നു. കാരണം 101 ആവട്ടെ 102 ആവട്ടെ 9ഉം 8ഉം ഒക്കെ പാഠം ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. 101ൽ 9 പാഠം, 102ൽ വെറും 6 ചാപ്റ്റേഴ്സ്. പഠിക്കാൻ സിമ്പിൾ ആയിരുന്നു. ഇനിയിപ്പോ ഇലക്ടീവ്സ് ആണെങ്കിൽ പോലും വലിയ എടങ്ങേറുള്ള ഇലക്ടീവ്സ് ഒന്നും ആയിരുന്നില്ല ഫസ്റ്റ് ഇയറിൽ. സെക്കൻഡ് ഇയർ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം 9 ചാപ്റ്റർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ചാപ്റ്ററിനും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചാൽ നമുക്ക് പാസ്സായി പോവാം, വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ആൻഡ് മോർ ഓവർ എക്സാം പാറ്റേൺ നന്നായിട്ട് മാറി. ഇപ്പൊ ഞാൻ ഫ്രീ ക്ലാസ് ആയിട്ട് റിവിഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പാറ്റേൺ ഒത്തിരി മാറി. ഉള്ളിന്നൊക്കെയാ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്നറിയോ? ഇപ്പൊ BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജിയിലൊക്കെ 16 ചാപ്റ്റർ ഒക്കെ ഉണ്ട്. ഈ 110 അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജിയിലും അതുപോലെ തന്നെ 16 14 ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് കൂടുന്നതിനനുസരിച്ച് ടൈറ്റ് ആവുകയാണ്. പണ്ടൊക്കെ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വൃത്തിക്ക് പഠിച്ചാൽ നമുക്ക് പാസ്സാവാമായിരുന്നു. ഈ പ്രാവശ്യം പല സബ്ജക്റ്റിനും ഞാൻ തന്നെ പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻസ് മാത്രമൊക്കെ വന്നിട്ടുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സും കവർ ചെയ്യും. അപ്പോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്രൂഷ്യൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വർഷം തന്നെയാണ് സെക്കൻഡ് ഇയർ എന്ന് 10 സബ്ജക്റ്റ് ആണ്. അപ്പോ എൻ്റെ ഒരു പ്രത്യേകത, പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. ഒരു വർഷമായിട്ട് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഇട്ട് പ്രാക്ടീസ് ചെയ്യാണ്. ഒത്തിരി പേഷ്യൻസ് ഒക്കെ വരുന്ന ഒരു ക്ലിനിക്കാണ്. ഇന്റേൺഷിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ കുറെ കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ്. ഒരു എക്സാം എഴുതുമ്പോൾ എപ്പോഴാണെന്ന് അറിയാം നന്നായിട്ട് മാർക്ക് വീഴുക, കോൺസെപ്റ്റ് മനസ്സിലായിട്ടാണ് സ്റ്റുഡൻസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് വീഴും. അല്ലാത്ത പക്ഷം നിങ്ങൾ കാണാപ്പാടോ നോട്ടോ ഒക്കെ നോക്കി പഠിക്കുകയാണെങ്കിലും ഈ കുട്ടിക്ക് കോൺസെപ്റ്റ് അധികം മനസ്സിലായിട്ടില്ല, സോ മാർക്ക് വീഴത്തില്ല. കാരണം എനിക്ക് 16, 18, 20 വർഷങ്ങൾക്ക് ശേഷം എക്സാം എഴുതിയവരുണ്ട്. ഞാൻ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യാട്ടോ. അവർക്ക് പോലും ഒത്തിരി നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം എക്സാമ്പിൾസ്, ഞാൻ പലപ്പോഴും എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഈ എക്സാമ്പിൾസ് ആണ് കോൺസെപ്റ്റിലേക്ക്. ക്ലാസ് കേട്ടവരൊക്കെ ഉണ്ടോ? ഇതില് ക്ലാസ് കേട്ടവരൊക്കെ ഉണ്ടോ? ഞാൻ ഒത്തിരി എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാറുള്ളത്. സോ ഈ എക്സാമ്പിൾ ഓർത്താൽ തന്നെ കോൺസെപ്റ്റ് നമുക്ക്. അപ്പൊ ഈ രീതിക്കാണ് നമ്മുടെ ക്ലാസ്സസ് പോകുക. അപ്പൊ ആദ്യം നമുക്ക് എന്തൊക്കെയാണ് സെക്കൻഡ് ഇയറിൽ ഉള്ളത് എന്ന് പരിചയപ്പെടും. സെക്കൻഡ് ഇയറിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് പരിചയപ്പെടും. എന്നിട്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സൈക്വസ്റ്റയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള മോഡൽ എക്സാംസും ഈ വർഷം മുതൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും, ഏത് വിഷയം ആയിക്കോട്ടെ, ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. ഇതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം ഹാൻഡ് റിട്ടൺ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഈ സ്റ്റഡി പ്ലാൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവുന്നതാണ്. അതാണ് സ്റ്റഡി പ്ലാൻ ഏറ്റവും വലിയ പ്രത്യേകത. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സിലബസ് ആൻഡ് സ്റ്റഡി പ്ലാൻ ഓഫ് BAPCH സെക്കൻഡ് ഇയർ. ഓക്കെ, ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് ചെയ്തോട്ടോ. അപ്പൊ സെക്കൻഡ് ഇയറിൽ നമുക്ക്
6 കോർ സബ്ജക്റ്റ് ആണ് വരുന്നത്. BPCC 105 മുതൽ 110 വരെ 6 കോർ സബ്ജക്റ്റ് ആണ് നമുക്ക് വരുന്നത്. 105 എന്ന് പറയുന്നത് സൈക്കോളജി. ഓക്കെ, BPCC 105 ആരും എന്നെ മ്യൂട്ടാക്കുന്നുണ്ട്. എന്നെ മ്യൂട്ടാക്കല്ലേ, എന്നെ മ്യൂട്ടാക്കരുത്. അപ്പം BPCC 105 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ റിസർച്ച് എന്ന പേപ്പറാണ്. ഈ പേപ്പറിന്റെ പ്രത്യേകത, ഈ പേപ്പർ പ്രാക്ടിക്കലായിട്ട് തന്നെ പഠിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ തേർഡ് ഇയറിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഉള്ളതിന്റെ ഒരു എന്താ പറയാ, എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ്ലി പറയുന്ന ഒരു പേപ്പറാണ് സൈക്കോളജിക്കൽ റിസർച്ച്. ഈ റിസർച്ച് പേപ്പർ വൃത്തിക്ക് പഠിച്ചാൽ പ്രോജക്റ്റ് എങ്ങനെ ചെയ്യാം, പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിക്ക് മനസ്സിലാവും. BPCC 106 ഒരു ഇത്തിരി ഇഷ്ടപിടിച്ച സബ്ജക്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് സൈക്കോളജി, നിങ്ങളുടെ പേപ്പേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേപ്പറാണ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്. സൈക്കോളജി എന്ന തോട്ട് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതായത് സൈക്കോളജി എന്ന വിഷയം എവിടെ നിന്ന് വന്നു, അതിന്റെ പുരാതനം മുതലുള്ള മോഡേൺ കാലം വരെ വിശദമായിട്ട് പറയുന്നതാണ്. ഇനി BPCC 107 സോഷ്യൽ സൈക്കോളജിയാണ്. അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ സ്വഭാവം മാറുന്നുണ്ട് അല്ലെ, 4 ആള് കൂടുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴുള്ള ഒരു ഇൻഡിവിജ്വൽ സ്വഭാവം പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് സോഷ്യൽ സൈക്കോളജി. ഈ സോഷ്യൽ സൈക്കോളജിയിൽ കുറെ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്യുന്ന വിഷയമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. നോക്കിക്കേ, ഒരു ഗ്രൂപ്പിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റി പഠിക്കുന്ന വിഭാഗമാണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിൽ ഒത്തിരി തിയറീസും പ്ലാൻസും. ഇത് രണ്ടും ലിങ്ക്ഡ് ആണോ? ലിങ്ക്ഡ് ആണ്, ഒത്തിരി ലിങ്ക്ഡ് ആണ്. ലിങ്ക്ഡ് എന്നല്ല, പഠിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? രണ്ടും അത്യാവശ്യമുണ്ട്. അല്ല, രണ്ടും ലിങ്ക് ആകുമ്പോ നമുക്ക് ലിങ്കാണ്, പക്ഷെ ഒത്തിരി ലിങ്ക് അല്ല. ഇത് ഒന്ന് ആപ്ലിക്കേഷൻ ആണ്, എങ്ങനെ അപ്ലൈ ചെയ്യാം. ഒന്നിന് പഠിക്കുന്നത് എന്താണ് സംഭവം, അതെങ്ങനെ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം, അതാണ് രണ്ടാമത്തെ. രണ്ട് ഡിഫറെന്റ് ആണ്, പക്ഷെ കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആണ്. സോഷ്യൽ സൈക്കോളജി നമ്മൾ എപ്പോഴും എക്സാമ്പിൾസ് വെച്ചിട്ടാണ് കുറെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്. അപ്പോൾ കുറെ കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന 2 സബ്ജക്ട്സ് ആണ് കേട്ടോ. പിന്നെ ഈ സബ്ജക്ട്സ് ഒക്കെ ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടാണ്. ഞാനുണ്ട് സൈക്കോസ്റ്റൈല്. ഓക്കെ. ഇനി 108 നമ്മൾ 104ന്റെ എന്താണ് വകഭേദം 108. ഇപ്പോ സൈക്കോസ്റ്റൈലെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും. ഞാൻ എപ്പോഴും ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് നമ്മുടെ സ്റ്റാറ്റ് പഠിപ്പിക്കാറുള്ളത്. സം ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ്. ഞാൻ വാക്ക് തരാം, സൈക്കോസ്റ്റൈല് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മിൽ ഒരു ഡൗട്ടും വരില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് സമ്മ ചെയ്യാനുള്ള എല്ലാം. കണ്ടോ, ഇതിപ്പോ സെക്കൻഡ് ഇയറിന്റെ സമ്മ ചെയ്യിപ്പിക്കുന്നതാണ്. ലൈവായിട്ട് നമ്മൾ സമ്മ ചെയ്യിപ്പിക്കും കൃത്യമായിട്ട്. അതായത് എത്ര ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണം. 108 സ്റ്റാറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇനി 109 ഡെവലപ്മെന്റൽ സൈക്കോളജി. അഗെയിൻ ഒത്തിരി ഉള്ളൊരു വിഷയമാണ്, ഒത്തിരി ആവശ്യമുള്ളതാണ്. ഒരു കുഞ്ഞ്, അതായത് ഒരച്ഛന്റെ സ്പേമും അമ്മയുടെ എഗ്ഗും ഫ്യൂസായി ഒരു സൈഗോട്ട്, സിംഗിൾ സെൽ ഓർഗാനിസം ആവുന്നത് മുതൽ മരണം വരെ നമുക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നില്ലേ. ഒരു സിംഗിൾ സെൽ 10 മാസം ആകുമ്പോൾ കുഞ്ഞായി പുറത്തേക്ക് വരുന്നത്. ആ കുഞ്ഞ് ആദ്യം മലർന്ന് മാത്രം കിടക്കും, പിന്നെ കമിഴും, പിന്നെ ഇരിക്കും, മുട്ടിട്ട് നിരങ്ങും അല്ലെ, ഇങ്ങനെ പോവാണ്. അഡോളസൻസ് ആവും, പിന്നെ കല്യാണം കഴിയും, പിന്നെ മിഡിൽ ഏജ് ആവും, റിട്ടയർ ആവും, മരിക്കും. ഇങ്ങനൊരു ഗ്രോത്ത്, ഓരോ ഘട്ടത്തിലെയും ഗ്രോത്ത് കറക്റ്റ് പഠിക്കണം. എനിക്കൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. 16 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ ഈ 6 സബ്ജക്റ്റ് ആണ് നമുക്ക് കോർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? എലക്ടീവ് ഏറ്റവും എടുക്കാൻ ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാ? അതാണ് പറയാൻ പോകുന്നത്. ഞാൻ സൈക്വസ്റ്റ് 7 ഇലക്ടീവ്സ് ആണ് എടുക്കുന്നത്. സൈക്വസ്റ്റ് 7 ഇലക്ടീവ്സ് ആണ്. പക്ഷെ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, സൈക്കോളജിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇലക്ടീവ്സ് ഉണ്ട്. അതിലൊന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മുടെ ഇമോഷനെയും മറ്റൊരാളുടെ ഇമോഷനെയും മനസ്സിലാക്കാൻ പറ്റുകയും അത് നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ പഠിക്കാൻ പറ്റും. അതായത് നമുക്ക് ജീവിതത്തിൽ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇമോഷൻസിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം, നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ മനസ്സിലാക്കാം, മറ്റൊരാളുടെ ഇമോഷനെ എങ്ങനെ മനസ്സിലാക്കാം, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ഇമോഷണൽ ഇന്റലിജൻസ്.
ഇന്റലിജൻസിൽ വരുന്നത്. രണ്ടാമത്തെ ഒരു എലക്ടീവ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് BPCS 186 മാനേജിങ് സ്ട്രെസ്. നമ്മൾ ജീവിതത്തിലെ രാവിലെ എണീക്കുന്ന മുതൽ രാത്രി ഉറങ്ങുന്നവരെ പലതരം സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യര്. അപ്പം എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് സ്ട്രെസ് മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് BPCS 184 ആണ്, സ്കൂൾ സൈക്കോളജി ആണ്. ഇത് സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പുറത്തൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ സബ്ജക്ട് അടിപൊളിയാണ്, നല്ലൊരു സബ്ജക്റ്റ് ആണ്. ഈ 3 സബ്ജക്റ്റും ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ മാനേജിങ് സ്ട്രെസ് മാത്രമല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ? അത് ഏതെടുക്കാം? ഞാൻ 3 കണക്റ്റഡ് ആണെന്നുള്ളത് പറഞ്ഞു തരാണ്. അത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ പറ്റും. ഞാൻ കണക്റ്റഡ് ആണ്. ഒരെണ്ണം കൂടി ഉണ്ട്, റീതിങ്കിങ് ഡെവലപ്മെന്റും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും രണ്ടും ഒന്നല്ലേ? ഏറ്റവും നല്ലത് സസ്റ്റൈനബിൾ ആണ്. എന്തുകൊണ്ടാണെന്നറിയോ? EVSന്റെ നമ്മളെ എൻവയോൺമെന്റിലെ MCQ ആയിട്ട് ഫസ്റ്റ് ഇയറിൽ എഴുതുന്ന ആ EVSുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. റീതിങ്കിങ് ഡെവലപ്മെന്റ് വലിയ കുഴപ്പമില്ലാത്ത സബ്ജക്ട്. രണ്ടും ലിങ്ക്ഡ് അല്ലേ? ലിങ്ക്ഡ് ആണ്. സസ്റ്റൈനബിൾ ആണ് EVSുമായിട്ട് ഒത്തിരി ലിങ്ക് ആയിട്ടുള്ളത്. റീതിങ്കിങ് വേറെ തന്നെയാണ്, പക്ഷെ കുഴപ്പമില്ലാത്ത സബ്ജക്ട്. ഇനി 2 ഇംഗ്ലീഷിന്റെ സബ്ജക്റ്റ് ആണ്, അക്കാഡമിക്കും ക്രിയേറ്റീവ്. ഈ അക്കാഡമിക് ക്രിയേറ്റീവ് പക്ഷെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാൻ ഒത്തിരി വരുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രം അത് സെലക്ട് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് പോയെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളെ ഞാൻ പാസ്സാക്കി തരാനുള്ള കാര്യം ചെയ്തു. ഓക്കെ ആണോ? അപ്പൊ സൈക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ്: റീതിങ്കിങ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, മാനേജിങ് സ്ട്രെസ്, സ്കൂൾ സൈക്കോളജി, അക്കാഡമിക് റൈറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്. കോഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ആണോ? ഹലോ, പറഞ്ഞോ. മാഡം, നമ്മള് സൈക്കോസ്റ്റഡ് എലക്ടീവ്സ് മാത്രമാണോ മാഡം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ? അതെ, ഇത് കൂടാതെ 1-2 ഇലക്ടീവും കൂടി ഉണ്ട്. അത് ഏതാന്ന് എനിക്ക് അറിഞ്ഞൂടാ. 1-2 ഇലക്ടീവും കൂടി വരുന്നുണ്ട്. ഇത് കൂടാതെ ഈ 6 കൂടാതെ സൈക്വസ്റ്റ് 6 ഇലക്ടീവ്സ് ആണ് എടുത്തു കൊടുക്കുന്നത്. ഇതെല്ലാം ഉള്ളൂ. ഇത് കൂടാതെ ഏതോ കൊമേഴ്സിൽ വരുന്ന ഏതോ ഒരെണ്ണം. ഈ ഗവേണൻസ് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. കൊമേഴ്സുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല, അതുകൊണ്ട് ഈ ഗവേണൻസ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. സൈക്കോസ്റ്റ് കവർ ചെയ്യുന്നത് ഈ 6 ഇനി ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് വരുന്നത്. അതില് BPCC 105 10 ചാപ്റ്റർ വരുന്നുള്ളൂ. BPCC 105 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 106 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. 107 12 ചാപ്റ്റേഴ്സ്. 108 സ്റ്റാറ്റിയിൽ 12 ചാപ്റ്റേഴ്സ് ഉണ്ട്. ലാസ്റ്റ് 3 ചാപ്റ്റർ SPSS ആണ് പഠിപ്പിക്കുന്നത്. അത് സോഫ്റ്റ്വെയർ ആണ്. സോ അത് നമുക്ക് പഠിക്കാൻ വരുന്നില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. 109 16 ചാപ്റ്റേഴ്സും 110 14 ചാപ്റ്റേഴ്സും ആണ് വരുന്നത്. ഇത്രയും വരുന്നുണ്ട്. കോറിൽ മാത്രമാണ് കേട്ടോ. ഇലക്ടീവ്സ് ആണെങ്കിൽ PSOG 173 14 ചാപ്റ്റേഴ്സ്, 174 14, 183 8 യൂണിറ്റ്സ്. മാനേജിങ്ങും സസ്റ്റൈനബിളും ഒക്കെ മാനേജിങ്ങും ഇമോഷണൽ ഒക്കെ 8 യൂണിറ്റ്സ് ആണ്. സ്കൂൾ സൈക്കോളജി 13 ഉണ്ട്. അക്കാഡമിക്കും ക്രിയേറ്റീവും 16 യൂണിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെയാണ് മാഡം. നമ്മളെ കേസിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാറുണ്ട്. അതിന്റെ ഒരു മോഡലാണ് ഇവിടെ ഉള്ളത്. ടോപ്പിക്സ് ഏതൊക്കെയാണ് ജസ്റ്റ് നിങ്ങളുടെ കൈ എഴുതാണ്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ തരാറ്. ഇനി 10 മാർക്ക് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് 10 മാർക്കിന് വരാം. ഒരു ഡെഫിനിഷൻ ഉണ്ടായിരിക്കണം. ആരാണ് ഡെഫിനിഷൻ പ്രപ്പോസ് ചെയ്തത് എന്ന് കൂടി എഴുതുകയാണെങ്കിൽ വളരെ നല്ലത്. ഒരു 4 സൈഡ് മിനിമം വേണം. ഒരു 6 സൈഡ് വരെ മാക്സിമം പോവാം. എല്ലാ സൈഡ് ഹെഡിങ്സും വൃത്തിക്ക് എഴുതണം, അണ്ടർലൈൻ ചെയ്യണം. എല്ലാ പോയിന്റ്സ്, അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ. ഇനി സോഷ്യൽ സൈക്കോളജി എന്താണെന്നുള്ള സോഷ്യൽ സൈക്കോളജിയിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. 10 മാർക്കിന് എങ്ങനെ എഴുതാം? ഞാൻ ഷോർട്ട് നോട്ട് ആക്കി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഷോർട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെക്കാം ക്ലാസ് കേട്ട ശേഷം. ഇപ്പൊ എക്സാം ആവുന്ന സമയത്ത്, അതായത് സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ എക്സാം ആവുമ്പോൾ ഷോർട്ട് നോട്ട് മാത്രം പഠിച്ചാൽ മതി.
ഇപ്പൊ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റൻ ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. അത് ഞാൻ കൃത്യമായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചേർത്തിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിന്റെ ക്ലാസ് ഫ്രീ ക്ലാസ് ആണ്, അത് ഞാൻ അവൈലബിൾ ആക്കി തരുന്നത്. ഇത്രയുമാണ്. അപ്പൊ സിലബസിന്റെ കാര്യമൊക്കെ മനസ്സിലായോ? എന്തൊക്കെയാണ്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലായോ? ഇനി സൈക്വസ്റ്റയിൽ ഈ 10 സബ്ജക്റ്റിന്റെ നോട്ട്സും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങളുടെ നോട്ട് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നോട്ടാണ്. അതായത് നമ്മുടെ ഇഗ്നോർഡ് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് അതേ വേർഡ്സ് തന്നെയാണ്, എന്നാൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നോട്ട്സ് ആണ്. എല്ലാ നോട്ട്സും റെഡിയാണ്, നിങ്ങൾക്ക് എനിക്ക് നോട്ട്സ് കിട്ടി, പക്ഷെ അതില് സ്കൂൾ സൈക്കോളജി മിസ്സിംഗ് ആണ്. അത് ഞാൻ മെൻറോട് പറഞ്ഞിട്ടുണ്ട്, തന്നെ അയച്ചു തരും കേട്ടോ. എന്തോ അയക്കുന്നവർ തമ്മിലുള്ള ഇറർ വന്നു അതായിരിക്കും. നോക്കിക്കേ, ഇത് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. ഇതിൽ നമ്മൾ ചെയ്യുക കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനത്തെ ചെയ്യാറുള്ളത്. അതായത് കേട്ടോ, സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത്, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ എവിടേക്കാണോ പിക്ചേഴ്സ് വേണ്ടത് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് എല്ലാ സബ്ജക്റ്റും 107 ആണ്. സ്കൂൾ സൈക്കോളജി എലക്റ്റീവ് ആണോ? യെസ്, സ്കൂൾ സൈക്കോളജി എലക്റ്റീവ് ആണ്. സ്റ്റാറ്റിയുടെ കേസിൽ സ്റ്റാറ്റിക്ക് നമുക്ക് തിയറിക്ക് നോട്ടും സമ്മ ചെയ്യിക്കാൻ പ്രത്യേകമായിട്ട് നോട്ട് ഉണ്ടാവും. സമ്മ നമ്മൾ ലൈവായിട്ട് ചെയ്യിപ്പിക്കും, ലൈവായിട്ടാണ് സമ്മ ചെയ്യിപ്പിക്കുക. ഞാൻ വീഡിയോസ് വേണമെങ്കിൽ വിട്ടുതരാം, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഡെവലപ്മെന്റൽ സൈക്കോളജി ആയിട്ട് ഒത്തിരി ഉള്ളത്, ഒത്തിരി ഉണ്ട്. 172 പേജസ് ആണ് ആണോ. ഇങ്ങനെ എല്ലാത്തിനും നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അതും ഒത്തിരി ഉണ്ട് കേട്ടോ. പറഞ്ഞോളൂ. ക്ലാസ്സിൽ ജോയിൻ ചെയ്താലല്ലേ നോട്ട് കിട്ടത്തുള്ളൂ? അതെ, അത് പ്രത്യേകം ഞാൻ പറയാണ്, നോട്ട്സ് മാത്രമായിട്ട് സൈക്കോളജിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ നോട്ട്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാതെ ഈ നോട്ട്സ് കിട്ടിയിട്ട് കാര്യമില്ല എന്നാണ്. കാരണം ഞാൻ എനിക്ക് ഉതകുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നോട്ടാണ്. ഓക്കെ, എല്ലാ സബ്ജക്റ്റിനും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇമോഷണൽ ഈ പിന്നെ ഇലക്ടീവ് പേപ്പേഴ്സിന് ഞാൻ ഒത്തിരി ഇട്ടിട്ടില്ല. നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള മാത്രം കാര്യങ്ങളാണ് ഇലക്ടീവില് നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ മാനേജിങ് സ്ട്രെസ്സും ഇമോഷണൽ ഇന്റലിജൻസും ഒക്കെയാണ് കുറച്ചും കൂടെ ഒരു എന്താ പറയാ കുറച്ചും കൂടെ എടുക്കാറുള്ളത്. ഇനി സ്കൂൾ സൈക്കോളജി ഒത്തിരി ഉണ്ട് കേട്ടോ. കാരണം സ്കൂൾ സൈക്കോളജി ഒരു വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് സൈക്കോളജിയിൽ ഏറ്റവും ഇനിയിപ്പോ ചാൻസസ് വരാൻ പോകുന്ന എല്ലാ സ്കൂൾസിലും സ്കൂൾ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട്, പുറത്തുള്ള ചാൻസ് ഉള്ളതാണ്. സോ സ്കൂൾ സൈക്കോളജി ഞാൻ കുറച്ചുകൂടെ ഒരു സീരിയസ്ലി പഠിപ്പിക്കുന്നതാണ്. അക്കാഡമിക് റൈറ്റിങ്ങും ക്രിയേറ്റീവ് റൈറ്റിംഗ് എല്ലാത്തിന്റെയും നോട്ട്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോളൂ. സ്കൂൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് കയറുമ്പോ നമ്മള് ഇനി വേറെ BEd എങ്ങാനും എടുക്കണോ? അങ്ങനെ ഒന്നും വേണ്ട, PG ചെയ്താൽ മതി. PG ചെയ്താൽ സൈക്കോളജിയിൽ PG ചെയ്യണം. ഡിഗ്രി കൊണ്ട് കാര്യമില്ല, PG ചെയ്യണം. ഇത് നമ്മുടെ സ്റ്റാറ്റിയുടെ നോട്ട്സ് ആണ്. PG ഡിപ്ലോമ ആണെങ്കിലോ? പറ്റത്തില്ല, PG തന്നെ വേണം. സൈക്കോളജിസ്റ്റ് ആവണം. ഒരാള് സൈക്കോളജിസ്റ്റ് ആവുന്നത് PG കൂടി ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നമുക്ക് ഡിസ്റ്റന്റ് ആയിട്ട് PG ചെയ്യില്ലേ? ഡിസ്റ്റന്റ് ആയിട്ട് PG ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സർക്കുലർ മാറുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പോഴത്തെ കേസിൽ മിക്കവരും റെഗുലർ PG ചെയ്തവരെ തന്നെയാണ് ഓപ്റ്റ് ചെയ്യാറ്. പക്ഷെ അവിടെയും നിങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. കാരണം ഇഗ്നോയില് ഡിഗ്രി ചെയ്തവർക്ക് റെഗുലർ ആയിട്ട് PG പഠിക്കാനുള്ള അവസരം ഉണ്ട്. കേരള ചെയ്താലും നമുക്ക് സ്കൂളുകളിലൊക്കെ കയറാൻ പറ്റത്തില്ലേ? സ്കൂളുകളിലൊക്കെ കയറാൻ പറ്റത്തില്ലേ? നമ്മളിപ്പോ നമ്മുടെ നാട്ടില് PG നിർബന്ധം. ഓക്കെ. ഇനി സൈക്വസ്റ്റയുടെ സ്റ്റഡി പ്ലാൻ ആണ്. സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പൊ 106ന്റെ സ്റ്റഡി പ്ലാൻ ആണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ സ്റ്റഡി പ്ലാൻ പറയും. അതായത് ഓരോ ചാപ്റ്ററിലും ഓരോ വർഷം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കിക്കേ. ഇപ്പം 106ലാണെങ്കിൽ ഡിസംബർ 2021 ഫസ്റ്റ് ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്, 22 വന്നിട്ടുണ്ട്. ഈ ഓരോ ചാപ്റ്ററിലും വരുന്ന ക്വസ്റ്റ്യൻസ്
നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പം നമ്മൾ പറഞ്ഞുതരും. അത് മാത്രമാണ് നിങ്ങളോട് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാം. അത് മാത്രം നിങ്ങൾ പഠിക്കുകയും ചെയ്താൽ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്ന്. ഓരോ സബ്ജക്റ്റിനും ഉണ്ട് സ്റ്റഡി പ്ലാൻ. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും. ഇപ്പൊ നമുക്ക് സുഖം ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഞാൻ എടുക്കും. അത് കൂടാതെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും പഠിക്കേണ്ടത് ഏതാണെന്നും കൂടി പറഞ്ഞു. നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് തന്നെയാണ് ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും വന്നിട്ടും. മാം ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും? അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഞാൻ നോട്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. ഇനി ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് സൈക്കോസ്റ്റഡിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, ഐ മീൻ സെക്കൻഡ് ഇയറിൽ എടുക്കുന്നവർക്ക് 9,999 നമ്മുടെ ഫീ. അതായത് 10,000 തന്നെ, ഒരു സബ്ജക്റ്റിന് 1000 എന്നുള്ള നിലയ്ക്കായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തവർക്കാണ് 8,500 വരുന്നത്. അതായത് ഫസ്റ്റ് ഇയർ മുതലേ നമ്മുടെ കൂടെ ഉള്ളവർക്ക് 8,500 ആണ് ഫീ വരുന്നത് കേട്ടോ. അത് അവരെ കൊണ്ട് ആദ്യത്തെ വർഷം തന്നെ പ്രൈം മെമ്പർഷിപ്പ് എടുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഫീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നിച്ച് അടയ്ക്കേണ്ട. 4,500 അടച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യും. ബാക്കി നിങ്ങൾക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യാവുന്നത് ആണ്. ഡെയിലി ലൈവ് ക്ലാസ് തിങ്കൾ മുതൽ വെള്ളി വരെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ മോർണിംഗ് ആണ് എടുക്കുന്നത്. ഒരു 10-10:30 എടുക്കുന്നത്. കാരണം ഈവനിങ് ആവുമ്പോൾ നെറ്റ്വർക്കിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ മോർണിംഗ് ആണ്. ഒട്ടും പേടിക്കേണ്ട. ലൈവ് കഴിഞ്ഞ് 2 മണിക്കൂറിനുള്ളിൽ ആപ്പിൽ നിങ്ങൾക്ക് വീഡിയോ അവൈലബിൾ ആവും. ഈ വീഡിയോ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യുന്നവരെ, ഇപ്പൊ അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം എപ്പോഴാണ് ക്ലിയർ ചെയ്യുന്നത്, ആ ക്ലിയർ ചെയ്യുന്നവരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അസൈൻമെന്റും നമ്മൾ തന്നെ. അസൈൻമെന്റിന്റെ കേസിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മേടിക്കാനൊക്കെ അസൈൻമെന്റ് കിട്ടുന്നുണ്ട്. ഓരോ PDF അസൈൻമെന്റിന്റെ കിട്ടുന്നുണ്ട്. നോർത്ത് നിന്നൊക്കെ ഒത്തിരി ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ കീനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, മാർക്ക് കുറയ്ക്കുന്നുണ്ട്. ആ സാധനം അച്ചടി പോലെ കോപ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഇപ്പൊ കുറയ്ക്കുന്നുണ്ട്. ഇപ്പൊ ഇഗ്നോ കുറച്ചുകൂടെ കംപ്ലൈന്റ് ഒക്കെ പോയപ്പോ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എല്ലാ ടെക്സ്റ്റ് ബുക്കും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് ഈ നിങ്ങളുടെ ഈ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഇന്റർനാഷണൽ ടെക്സ്റ്റ് ബുക്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നിങ്ങളെ കൊണ്ട് അസൈൻ. അതായത് ഈ ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു തരും. ഓരോ മാസം ഓരോ അസൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത് കൂടാതെ നിങ്ങളെ കൊണ്ട് ഒരു മോഡൽ എക്സാം, ഒരു 4-5 ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മോഡൽ എക്സാം പോലെ നടത്താനും, അത് ലൈവായിട്ട് ഓൺലൈനായിട്ട് പിന്നെ ക്യാമറ തുറന്നു വെച്ചിട്ടുള്ള ഒരു മോഡൽ എക്സാം കൂടെ ഉണ്ടാവും. ഈ അസൈൻമെന്റും ഞങ്ങൾ മീറ്റിട്ട് എവിടെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്നിട്ട് ടെലിഗ്രാമില് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലാണ് ടെക്സ്റ്റ് ബുക്ക്, വലിയ ടെക്സ്റ്റ് ബുക്സ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് സെൻഡ് ചെയ്യല് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് പെട്ടെന്ന് നല്ല എന്താണ് എന്തായാലും പറയാ, നമ്മുടെ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യല് ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്സ് ഞാൻ കാണിച്ചു തരാം. 1-2 ടെക്സ്റ്റ് ബുക്സ്, എല്ലാ ടെക്സ്റ്റ് ബുക്സും നമ്മളെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ വിഷയത്തിന്റെ ടെക്സ്റ്റ് ബുക്സും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. റിസർച്ചിന്റെ ആണെങ്കിൽ കോത്താരിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ സാധാരണ ചെയ്യിപ്പിക്കാറുള്ളത് റിസർച്ചിന്. അതപ്പോ ഓൾറെഡി PDF വാങ്ങി കഴിഞ്ഞു. അവര് അത് നോക്കി എഴുതണ്ട എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറയാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്യാ. കാരണം അച്ചടി പോലെ നോക്കി എഴുതി കഴിഞ്ഞാൽ പണി പാളുന്നുണ്ട്. ആ ഗ്രൂപ്പിന് തന്നെ മാർക്ക് കുറയ്ക്കുന്നുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അല്ല മേഡം, അവര് പറഞ്ഞ ഒരാൾക്ക് കൊടുത്തതാവൂല മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അവര് ഒരു PDF മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എനിക്ക് അതിന്റെ ആധികാരികത അറിഞ്ഞുകൂടാ. ഞാൻ എന്നെ അറിവ് വെച്ചിട്ടാട്ട് പറയും. അങ്ങനെയൊക്കെ ആണെ ഓക്കെ. എനിക്ക് അറിഞ്ഞുകൂടാ. എന്തോ ഹലോ, എന്തോ മാം എങ്ങനെയാണ് അസൈൻമെന്റ്സ് ചെയ്യിക്കുക? എന്താണ് അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസും അത് ഈ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് 1-2 ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആക്കിയിട്ട്, എന്നിട്ട് എവിടെയാണ് ആൻസർ എന്ന് പറഞ്ഞു. ഇത് ആ 2 ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നിങ്ങൾ എഴുതും. ഇതാണ് ചെയ്യിപ്പിക്കുക. ഇപ്പൊ തന്നെ ചെയ്ത് തുടങ്ങണോ? ഇപ്പൊ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങണം. അതാകുമ്പോൾ ഓരോ മാസത്തിൽ ഓരോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
ഇപ്പഴേ ഇത് ബാങ്ക് തുടങ്ങുകയാണെങ്കിൽ വിളിക്കുന്നുണ്ട്, ഓക്കെ. ബാങ്ക് വിളിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യണം, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. മാം അപ്പൊ ഡിസംബറിൽ എക്സാം എഴുതാൻ അസൈൻമെന്റ് എങ്ങനെ എപ്പോഴും പ്രിപ്പയർ ചെയ്യാ? എന്താണ് ചോദിച്ചത്? ഡിസംബറിൽ എക്സാമിന് എന്താ ചോദിച്ചത്? ഞാൻ കേട്ടില്ല. ഓക്കെ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്സ് വെച്ചിട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പറും ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ടാണ് നമ്മൾ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് മാം. ഞാനേ നമ്മുടെ എക്സാമിന്റെ ടൈമിലാണ് റീ രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോ നമ്മുടെ പ്രേമ മാം അവിടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എലക്ടീവ്സ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് ഇട്ടപ്പോ മാമിന്റെ അടുത്തുള്ള 2 സബ്ജക്ട് എനിക്കില്ല. അതേതാ? അത് ഞാൻ എടുത്ത സബ്ജക്ട് ഞാൻ പറയാവേ. ഞാൻ എടുത്തത് BPCS 185 186. അതേതാണ്? അതിന് എന്റെ പേരറിയില്ല. 185 186 ആണ്. പിന്നെ വേറെ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തുണ്ട്. അതുണ്ട്. 85 ഇല്ല. പിന്നെ BPAG 173 174. അത് രണ്ടും 174 ആണുള്ളത്. 170 BPAG തന്നെയാണോ രണ്ടും? ഞാനത് അങ്ങനെ അത് കണ്ടിന്യൂഷൻ വല്ലതൊക്കെ ആയിരിക്കും എന്ന് ഓർത്തിട്ടാ കറക്റ്റ് അത് നോക്കി അങ്ങനെ ഏതൊക്കെ സബ്ജക്ട്? ഇ ഗവേണൻസ് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും സിമിലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ എക്സാമിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇപ്പൊ എഴുതിപ്പിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോലെകളൊക്കെ നമ്മൾ അങ്ങനെ എടുത്ത് എഴുതിപ്പിച്ചിട്ടുണ്ട്. ലൈക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫസ്റ്റ് ഇയറിൽ അങ്ങനെയായിരുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്ത് എഴുതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്യുമ്പം എനിക്ക് എങ്ങനെയായിരിക്കും ഫീ പാറ്റേൺ ഒക്കെ? ഒന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ, പേഴ്സണലി. ഓക്കെ. നമ്മളിപ്പം 1001 സബ്ജക്ട് എന്നുള്ള നിലയ്ക്കാണ്. നമ്മൾ എടുത്ത എലക്ടീവിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ മുതലാണ്. മൺഡേ മുതൽ ലൈവ് ക്ലാസ് BPCC 105 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇനി ജൂണിലേക്ക് എഴുതുന്നവർക്ക് നമ്മുടെ പ്രീവിയസ് റെക്കോർഡിങ്സ് അവൈലബിൾ ആക്കും, അത് നോക്കിയിട്ട് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ലൈവ് ക്ലാസ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ? ക്ലാസ് സംബന്ധിച്ചിട്ടോ സബ്ജക്റ്റിനെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മാം, എനിക്കൊരു ഡൗട്ട്. ഞാൻ ഫസ്റ്റ് ഇയറിലെ ഒറ്റ എക്സാം എഴുതിയിട്ടില്ല. അസൈൻമെന്റും എനിക്ക് ഒരു BPCC 101 മാത്രം. അപ്പോ
പിന്നെ അതിന്റെ എക്സാം എഴുതാന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഡെങ്കി ഫീവർ ഒക്കെ ആയിട്ട് എഴുതാനും പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും പഠിച്ചിട്ടില്ല, ആ ഒരു പ്രോസസ്സിലേക്ക് എത്തിയിട്ടില്ല. അപ്പോ ഞാനപ്പോ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിലാണോ ജോയിൻ ചെയ്യേണ്ടത്, സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. എന്നിട്ട് ജൂണിൽ നമുക്ക് സെക്കൻഡ് ഇയർ റീ രജിസ്റ്റർ ചെയ്യാം. വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തോളൂ. ആ ജൂൺ ആകുമ്പത്തിന് 8 എണ്ണം ഞാൻ എഴുതിപ്പിച്ചത്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ഇയറിൽ റീ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ഞാൻ മാമിനെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും MA ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും 5 വർഷക്കാർക്കും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയറിന്റെയിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്തത്, ഇതിലല്ല. എന്താന്ന് വെച്ചാൽ ഇപ്പൊ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയർ കഴിച്ചിലാവാം, എന്നിട്ട് സെക്കൻഡ് ഇയർ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ മാം. പറ. അപ്പൊ നമ്മളിപ്പോ ഡിസംബറിലേക്കാണോ സെക്കൻഡ് ഇയർ എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്യാം? ജൂണിലേക്കും എഴുതാം, ഡിസംബറിലേക്കും എഴുതാം. എന്റെ ഒരു വെരി ഹംബിൾ റിക്വസ്റ്റ് ആണ്, 10 കൂടി ഒരു വർഷം എഴുതാം എന്നുള്ള സാഹസികം ആരും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. 10 മാർക്ക് കുറഞ്ഞു. എന്റെ ഏറ്റവും നല്ല ഒരു സജഷൻ എന്ന് പറയുന്നത് ഒരു 5 or 6 എണ്ണം ഡിസംബറിൽ എഴുതിയിട്ട്, അല്ല ജൂണിൽ എഴുതിയിട്ട്, എപ്പോഴാണെങ്കിലും ഒരു ടൈം 5 or 6 എണ്ണം എഴുതാം എന്നതാണ്. കാരണം എനിക്കത് പറ്റത്തില്ല മാം. എനിക്കത് പറ്റത്തില്ല, കാരണം എല്ലാ മാർച്ചിലും ഞാൻ പോവും ഗൾഫിലോട്ട്. പിന്നെ ജൂണ് കഴിഞ്ഞേ വരത്തുള്ളൂ. അത് കുഴപ്പമില്ല, പക്ഷെ കുറച്ച് മെനക്കെടേണ്ടി വരും. മെനക്കെടാൻ തയ്യാറാണ്. ഞാനിത് ഇപ്പൊ ഇക്കൊല്ലം ഞാൻ മെനക്കെട്ടിട്ടാണ് 8 എണ്ണം ഞാൻ 3 മാസം കൊണ്ട് തല കുത്തി തിരിച്ചു മറിച്ചും പഠിച്ചെടുത്തു. ആ 3 മാസം പോരാ ഈ 10 എണ്ണത്തിന്. കാരണം അതെനിക്ക് അറിയാം, അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിലേ മാമിന്റെ ക്ലാസ്സിലോട്ട് ഞാൻ കയറിയത്. ചോദിച്ചോളൂ. അതെ, അപ്പൊ നമ്മളിപ്പോ ഈ ഡിസംബറില് സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്താ ഈ ജൂണില് നമുക്ക് എഴുതാൻ പറ്റുമോ? അടുത്ത ഡിസംബറിൽ ഒരു വർഷം കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. റീ രജിസ്റ്റർ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ വർഷത്തെ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂണിൽ എഴുതാം. അങ്ങനെയാട്ടോ വരുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഈ റീ രജിസ്റ്റർ ചെയ്തിട്ട് 6 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഈ വിഷയങ്ങൾ പഠിക്കാൻ പറ്റൂല. അത് ഇഗ്നോക്കും അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. 6 മാസം കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയല്ല. ഇപ്പൊ യു ആർ വർക്കിംഗ് ഓർ യു ആർ ഹാവിംഗ് സം ബിസി ലൈഫ് കോൾ, ഐ സജസ്റ്റ് യു ടു just divide the subjects. ഒരു 5 എണ്ണം ആദ്യം, 5 എണ്ണം പിന്നെ എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോ സെക്കൻഡ് ഇയറിൽ ഇപ്പൊ നമ്മൾ റീ രജിസ്റ്റർ ചെയ്തവരില്ലേ സെക്കൻഡ് ഇയറിലേക്ക്, അപ്പം അവർക്ക് ഇപ്പൊ ജനുവരിയിൽ റീ രജിസ്ട്രേഷൻ കഴിഞ്ഞവർക്ക് ജൂണിൽ ഏതെങ്കിലും എഴുതാൻ പറ്റൂ? ഇല്ല. ഒരു വർഷം കഴിഞ്ഞാൽ എക്സാം എഴുതാൻ പറ്റത്തു. അതാണ് പ്രത്യേകത. കാരണം നിങ്ങൾ ഇയർ വൈസ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത ജൂണിൽ എഴുതാം. അല്ലാതെ 6 മാസത്തിൽ എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നാണ് എന്റെ അറിവ്. ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ മാം എനിക്ക് ഇനി ഫസ്റ്റ് ഇയറിലെ 2 എക്സാമും കൂടെ എഴുതാനുണ്ട്. അത് ജൂണിൽ എഴുതാം. അപ്പൊ മാം ഇപ്പൊ ഈ ഫസ്റ്റ് ഇയറിനൊക്കെ അത് ഞാൻ പറയാണ്, സെക്കൻഡ് ഇയറിൽ നമ്മുടെ ജോയിൻ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സസ് ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ലാതെ ഫസ്റ്റ് ഇയറിലെ ക്ലാസ്സസും കൂടെ നമ്മൾ പ്രൊവൈഡ്, അതായത് ബാക്കി എഴുതാൻ വിട്ടു നിൽക്കുന്ന സബ്ജക്ട്സ് ഇല്ലേ, അതായത് 1 or 2 സബ്ജക്ട്സ് ഒക്കെ എലക്ടീവ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഗവർണൻസ്, ഇന്ത്യൻ സൊസൈറ്റി, ഫിലോസഫി ഓഫ് റിലീജിയൻ, ജെൻഡർ സെൻസിറ്റൈസേഷൻ, വാട്ടർ ഹാർവെസ്റ്റിംഗ്. എന്നെ പൊന്നോ, ഈ വർഷം നോക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ എവിടുന്ന പൊക്കി പിടിച്ച ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗും ഫുള്ള് കോമഡിയാ. എന്റെ 2 സ്റ്റുഡൻസ് 2 എണ്ണം പൊക്കി പിടിച്ചു വന്നിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് അംബേദ്കറും അതുപോലെ അപ്ലൈഡ് എത്തിക്സും. അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽപ്പ് ചെയ്ത് തരാമെന്ന്. സംഭവം ഞാൻ ഇക്കൊല്ലം എഴുതാത്തത് വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ്. ആണല്ലേ? അത് ഞാൻ അതിലേക്ക് ഞാൻ പോയിട്ടില്ല. അതെനിക്ക് കേൾക്കുമ്പോ വെള്ളം ഞാനും പോയി നോക്കിയിട്ടില്ല. വെള്ളം എന്നൊക്കെ പറയുന്നുള്ളൂ. അതിനകത്ത് നമ്മള് പലതരം സംഭവങ്ങളൊക്കെ തന്നെ പഠിപ്പിക്കുന്നുള്ളൂ. ഞാൻ വിചാരിക്കും പലതരം ബണ്ടിങ്, പല സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന ബണ്ടിങ്, എനിക്കത് കണ്ടിട്ട് തല കറങ്ങി. അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ വർഷം പോണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എന്റെ ഒരു ആഗ്രഹം എല്ലാ
ഇപ്പൊ അടുത്ത വർഷം ആകുമ്പോഴത്തേനും അടുത്ത 2025 ആകുമ്പോഴത്തേനും ഈ പിന്നെ ബാക്കിയുള്ള ഇലക്ടീവ്സ് കൂടി ഞാൻ കൊണ്ടുവരും കേട്ടോ. അപ്പൊ ഞാൻ ഇലക്ടീവ്സ് മാത്രമേ എഴുതാത്തുള്ളൂ, ബാക്കി എല്ലാം എഴുതി കൊണ്ടുവരാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഇപ്പൊ ഇനി അപ്ലൈഡ് എത്തിക്സും അണ്ടർസ്റ്റാൻഡിങ് അംബേദ്കറും വാട്ടർ ഹാർവെസ്റ്റിംഗും 2024 കൊണ്ടുവരുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റിൽ എനിക്കൊരു ഡിസാസ്റ്റർ ആയിട്ട് തോന്നുന്നു, ഉള്ളത് പറയാലോ. അപ്ലൈഡ് എത്തിക്സ് പിന്നെ ഞാൻ തന്നെയാണ് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ലൈക്ക് കുറച്ച് തമാശയും, 1 മണിക്കൂറാണ് ലൈവ് ഉണ്ടാവുക, ഒരു 15 മിനിറ്റിന്റെ ചളിയും തമാശയൊക്കെ ഉണ്ടാവും, 30 ഉണ്ടാവും. കാരണം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കാം, ഫുൾ കട്ടിക്കണ്ണാടിയൊക്കെ ക്ലാസ് ഒക്കെ എനിക്ക് അറിഞ്ഞുകൊണ്ട് ഐ ആം ദ വേ ഐ ആം. ഞാൻ എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഞാൻ ക്ലാസ്സസ് എടുക്കാറുള്ളത്. കുറെ ലൊട്ടിലൊടുക്ക് എക്സാമ്പിൾസും കുറച്ച് വാലിഡ് ആയിട്ടുള്ള എക്സാമ്പിൾസും ഒക്കെ പറഞ്ഞ് രസകരമായിട്ട് എന്റെ കുട്ടികളുണ്ട് ഇവിടെ, ഇൻസീമയൊക്കെ ഉണ്ടല്ലോ. നമ്മൾ എങ്ങനെയാ പഠിക്കാറുള്ളത്? നമ്മൾ രസകരമായിട്ടാണ് സൈക്കോളജി പഠിക്കാറുള്ളത്. ബോറിംഗ് പറയൂ. എത്രയാണ് ഫീസ്? എടാ അങ്ങനെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഞാനൊരു കോഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ നമ്മൾ എടുക്കാത്ത എലക്ടീവ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു കാരണം ഞാനൊരു ആപ്പില് അത്രയും ഇൻസ്റ്റാൾ ചെയ്തിടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇനിയിപ്പം സപ്ലി കിട്ടിയവർ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് പെർ സബ്ജക്ട് 1000 ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 or 2 സബ്ജക്ട് സപ്ലി ഒക്കെ ഉള്ളവർ നമ്മളെ തന്നെ ജോയിൻ ചെയ്ത് പ്രീവിയസ് ഇയറിലുള്ളതൊക്കെ വരുന്നതാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതൊരു കോഴ്സ് പോലെയാണ്. കാരണം എനിക്ക് കുട്ടികളെ ഹോണർ ചെയ്യണം, അത് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമാണ് ഉള്ളത്. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. സോ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ടാണ് സ്റ്റാറ്റി ആയിക്കോട്ടെ, ബാക്കിയുള്ള വിഷയങ്ങളായിക്കോട്ടെ, സ്റ്റഡി പ്ലാൻ ഒക്കെ ഞങ്ങൾ ഇരുന്ന് തയ്യാറാക്കും. അപ്പം 10ാം തീയതി മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 6 മാസമായി, കഴിഞ്ഞ ജൂണിൽ സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തു. 6 മാസമായി. അവർക്ക് 5 സബ്ജക്റ്റിന്റെ എക്സാം ആണ്. ഓൺലൈനായിട്ട് എക്സാം നടത്താൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ മെയിൻ ഉദ്ദേശം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തരായിട്ട് പറയോ? ഹലോ മാം. പറയൂ. ഈ ഫീസ് രജിസ്റ്റർ കഴിഞ്ഞ എത്ര ടൈം വരെ ഉണ്ട്? ഇല്ല, ഞാൻ ഈ മന്ത് ഫുൾ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പിന്നെ 8ാം തീയതി മുതൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ ലൈവിന്റെ കൂടി അങ്ങ് വന്നാൽ ഏറ്റവും നല്ലത്. പറ്റുകയാണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ആ ലൈവ് ക്ലാസ് വൈകിട്ടാണ് ജോയിൻ ചെയ്യുന്നെങ്കിൽ ആ ലൈവ് ക്ലാസ് നിങ്ങൾ കണ്ടു തീർത്താൽ മതി. വേറെ കാര്യം, നമ്മുടെ ഇപ്പൊ എല്ലാ സബ്ജക്റ്റും ഒരുമിച്ചാണോ ഇപ്പൊ കൊണ്ടുപോവാ? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എല്ലാ സബ്ജക്റ്റും ഈ കൊല്ലം തന്നെ എഴുതിയെടുക്കേണ്ടി വരും. അതാണ്, ഈ കൊല്ലം തന്നെ എഴുതിയെടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 6 സബ്ജക്റ്റിൽ ലൈവ് ഉണ്ട്. 6 സബ്ജക്ട് ലൈവ് 5 സബ്ജക്ട് ലൈവ് എടുത്തത് ഓൾറെഡി ആപ്പിലുണ്ട്. അത് കണ്ടു പഠിക്കാം. ലൈവ് തന്നെയാണ് അത്. ഓക്കെ. ഞാൻ സ്റ്റഡി പ്ലാനും ഉണ്ട്. നമ്മുടെ EVS ഉണ്ടല്ലോ ലാസ്റ്റ് ഇയറിന്റെ, അതില് മാമിന്റെ ഒരു വീഡിയോ മിസ്സിംഗ് ഉണ്ട്. പിന്നെയാണ് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അതിലൊരു വീഡിയോ ഇടയിൽ ഒരു വീഡിയോ മിസ്സിംഗ് ഉണ്ടായിരുന്നു. ചാപ്റ്റർ 7 അങ്ങനെ എടുക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി മാസം എടുക്കാൻ വേണ്ടി പോകുന്ന 2 സബ്ജക്ട് എല്ലാം ഉണ്ടാവും അല്ലെ? മിസ്സിംഗ് ഇല്ലാണ്ട് ഇപ്പൊ എല്ലാം ഉണ്ടാവില്ല. റെക്കോർഡിങ്സ് എല്ലാം ഉണ്ടാവും. അത് എങ്ങനെ മിസ്സായി പോയാലും അത് അവിടെ തന്നെ ഉണ്ടാവും. എന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടാവും. അത് തപ്പി എടുക്കണം കേട്ടോ. അപ്പൊ ജനുവരി മാസം നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും റിസർച്ചും ആണ്. ഓക്കെ, അതൊരു ഫെബ്രുവരി ആകുമ്പോൾ തീർത്തിട്ട് അടുത്ത സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ പോവാം. ഓൾറെഡി നമ്മൾ ഈ 6 മാസം കൊണ്ട് 5 സബ്ജക്ട് കംപ്ലീറ്റ്ലി ലൈവ് ഏകദേശം തീർന്നു. സോഷ്യൽ കുറച്ചും കൂടിയേ ഉള്ളൂ, ബാക്കിയൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ ആണോ? എനിക്കൊരു കാര്യം, വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽ എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് ഹെൽപ്പും സൈക്കോസ്റ്റയിൽ ഉണ്ടാവും. ഞാൻ നാളെ തന്നെ അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനുള്ള കാര്യം പോലും സൈക്കോസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. കാരണം എന്റെ ഹാൻഡ് റിട്ടൺ റെക്കോർഡ് ഫുൾ ഇവിടെ ഇരിപ്പുണ്ട് ക്ലിനിക്കില്. ഞാൻ എഴുതിയ ഹാൻഡ് റിട്ടൺ റെക്കോർഡ് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെക്കോർഡൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പ്രാക്ടിക്കൽ എക്സാമിന് കംപ്ലീറ്റ് ഹെൽപ്പും സൈക്കോസ്റ്റയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. ഇനി എന്താണ് ഡൗട്ട്?
മാം ഒന്ന് ചോദിക്കട്ടെ, അബ്രോഡ് ഇതിന് വാക്കൻസീസ് എന്തൊക്കെയായിരിക്കും? അതിനെ കുറിച്ചൊന്ന് സ്കൂളിൽ പറഞ്ഞുതരോ? കിട്ടില്ല. സ്കൂൾസിലാണ് ഏറ്റവും കൂടുതൽ അബ്രോഡ് വാക്കൻസി വരുന്നത്. അതിപ്പം MA സൈക്കോളജി ആണെങ്കിൽ പോലും പിന്നെ 5 വർഷം സൈക്കോളജി പഠിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. എബ്രോഡ് ഇഗ്നോർഡ് എല്ലാം വാലിഡ് തന്നെയാണ്, പെട്ടെന്ന് സ്കൂൾസിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സ്കൂൾ സൈക്കോളജി എടുത്ത് പഠിക്കേണ്ടി വരുമോ PGക്ക് ചേരുമ്പോ? വേണ്ട, ജനറൽ സൈക്കോളജി മതി. സ്കൂൾ സൈക്കോളജി വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്, നല്ല ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാണിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഞങ്ങളിവിടെ ഡിഗ്രിക്കാർക്ക് തന്നെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇഗ്നോക്കാർക്ക്. കാരണം നിങ്ങൾ ഈ ബുക്കിൽ പഠിക്കുന്നതും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം എന്ന് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി UG, അതായത് ഡിഗ്രി തലത്തിൽ തന്നെ ഒരു ഇന്റേൺഷിപ്പ് എങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ മാം, എന്തായാലും നമ്മൾ ഈ സബ്ജക്ട് എടുത്തല്ലോ, അപ്പൊ അതിനെ കുറിച്ച് അറിഞ്ഞ് പഠിച്ചാലല്ലേ അതാണ് പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ക്ലാസ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത. കാരണം നമ്മൾ അത് റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി, ഞാനൊരു ടീച്ചറല്ല, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്. സോ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി പോവാറുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്റെ ഫ്രീ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ എക്സാമിന്റെ ടൈമിലുള്ള ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതെല്ലാവരും ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത്? ഞാൻ ഒരിക്കലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് തോന്നുമല്ലോ. അപ്പൊ എനിക്ക് മനസ്സിൽ കുറച്ചും കൂടി ഇതായി തോന്നി മാമിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പൊ നമ്മള് എന്തായാലും ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കുമ്പോ അതിന്റെ കുറച്ച് ഡെപ്തിലോട്ട് അറിഞ്ഞ് പഠിച്ചാലേ അത് നമുക്ക് ഉപകാരപ്രദമാവുള്ളൂ ലൈഫില്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മാമിനോട് ഡൗട്ട്. എനിക്ക് ഭയങ്കര പാഷനേറ്റ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഞാൻ ചുമ്മാ എടുത്തൊരു സബ്ജക്റ്റ് അല്ല, എനിക്ക് അത്രയും താല്പര്യമാണ്. നിങ്ങൾ ഇപ്പോഴും ഒരു 8 മണിയായി, ഞാൻ രാവിലെ 9:30-10 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ എത്തുന്നതാണ്. ഇപ്പൊ 8 മണിയാവാറായി. ഇപ്പോഴും ഞാൻ ഇത്ര എനർജറ്റിക് ആയിട്ട് സംസാരിക്കാൻ കാരണം ഇങ്ങനെ തന്നെയാട്ടോ ഉണ്ടാവാറുള്ളത്. എന്തെങ്കിലുമൊക്കെ വല്ല സുഖോടെ ഡൗൺ ആവുന്നല്ലാതെ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടാണ്. സൈക്കോളജി ഇസ് നോട്ട് എ സബ്ജക്ട് ഫോർ മീ, ഇറ്റ് ഇസ് മൈ പാഷൻ, കംപ്ലീറ്റ് പാഷൻ ആണ്, ഇഷ്ടമുള്ള വിഷയം. മാം ഈ IT ഫീൽഡ് അല്ലെങ്കിൽ വന്നിട്ട് മെഡിക്കൽ ഫീൽഡിലേക്ക് ഓപ്ഷൻസ് കൂടുതൽ കിട്ടാനായിട്ട് ലൈക്ക് എന്താണ്, ഏത് സബ്ജക്ട്സ് ഒക്കെ എടുത്താലാണ് നമുക്ക് ലൈക്ക് പ്രയോജനമാവുന്നത്? PG സൈക്കോളജി എടുത്താൽ കുഴപ്പമില്ലല്ലോ. മെഡിക്കൽ ഫീൽഡിലൊക്കെ PG സൈക്കോളജി ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് അത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. IT ഫീൽഡ് ആണെങ്കിൽ PGയിൽ OB സ്പെഷ്യലൈസ് ചെയ്യുക, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത് 3rd ഇയറിൽ പഠിക്കാനുണ്ട് OB സൈക്കോളജി. അപ്പം 3rd ഇയർ ആകുമ്പോഴത്തേക്കാണ് അതിന്റെ അല്ലേ ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ ബാക്കി ഇപ്പൊ മാം പറഞ്ഞ സബ്ജക്ട്സ് എല്ലാം അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ? ഹെൽപ്പ് ചെയ്യും. സൈക്കോളജിയുടെ ബേസിക്സ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരാള് നമ്മളോട് സൈക്കോളജിനെ പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് പച്ച മലയാളത്തിൽ അവർക്ക് പറയുന്ന ഭാഷയിൽ ഞാൻ അങ്ങനെ പറയാം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അതാണ് സൈക്കോളജി പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം. എന്തുകൊണ്ടാണ് ബസ് കയറിയ ഛർദ്ദിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴിയാവാം. അതായത് നിങ്ങൾ എപ്പോഴോ ഒരു വട്ടം എരിവും പുളികളൊക്കെ ബസ്സിൽ കയറി നിങ്ങൾ ബസ് ഓടി തുടങ്ങിയപ്പോൾ ഛർദ്ദിച്ചു, അപ്പൊ അത് കണ്ടീഷൻഡ് ആയതാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ വോമിറ്റിങ്, ബസ്സിലൊക്കെ കയറാനുള്ള വോമിറ്റിംഗിൽ നമ്മൾ കൂടെ ഇരുന്ന ഒരു കുഴപ്പമില്ല, ചേർത്ത് പിടിച്ചിട്ട് നീ വേണമെങ്കിൽ ഛർദ്ദിച്ചോ എന്നൊക്കെ പറഞ്ഞ സപ്പോർട്ട് കൊടുക്കുമ്പോൾ താനെ സബ്ഡ്യൂ ചെയ്ത് കാണാറുണ്ട്. ബെഡ് വെറ്റ്, അതായത് കിടക്കപ്പായിൽ മൂത്രം, ഇതൊക്കെ സൈക്കോളജി. അതായത് ഒരു കുട്ടി കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വലിയ ആള് കാണിക്കുന്ന എല്ലാ പ്രശ്നവും മിക്കതും സൈക്കോളജിക്കലാണ്. സോ ഇതിനൊക്കെയുള്ള റെമഡി പോലെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റേണ്ടത്. അതിനാണ് നമ്മൾ ഈ തിയറീസ്, അതാണ് കണക്ട് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് 6 മാസം കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, വീട്ടിലിരുന്നു കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാം, 3 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അതിന് പ്രതികരിക്കാൻ പോലും പോവാറില്ല. കാരണം ഒരിക്കലും 3 മാസം കൊണ്ട് ഒരു തെറപ്പി പഠിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ. നിങ്ങൾ MSc ഓറിയന്റേഷൻ എങ്ങനെയാണ് നോക്കല്, നിയോലോഗസ് എന്താണ്, അതുപോലെ തന്നെ ഗ്രൂമിങ്ങില് മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ മേലോട്ട് നോക്കും. അതന്നെയാണ്. അതായത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് എന്താണ് പ്രശ്നം എന്നറിയണമെങ്കിൽ ഒരു 2-3 സെഷൻ കംപ്ലീറ്റ് കേസ് ഹിസ്റ്ററി, അതായത് വെൽനസ് കേസ് ഹിസ്റ്ററി റിപ്പോർട്ടാണ്.
ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മുടെ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് 12 പേജുള്ള കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ രോഗം അസസ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൽ പല ഘടകങ്ങളും വരുന്നുണ്ട്. അവരുടെ ഡെവലപ്മെന്റിൽ മുതൽ അവരുടെ മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസും അവരുടെ ഒബ്സർവേഷൻ ചെയ്തിട്ടുള്ള ഡ്രസ്സിങ്, ഗ്രൂമിങ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ രോഗം ഐഡന്റിഫൈ ചെയ്തത്. എന്നിട്ടാണ് തെറാപ്പി നമ്മൾ കൊടുക്കുന്നത്. തെറാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു CBT തെറാപ്പിസ്റ്റ് ആണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വർക്ക്ഷീറ്റിൽ ഒരു പേഷ്യന്റ് ഒരു വീക്കിൽ എഴുതി വരുന്ന കാര്യങ്ങളാണ്. ഒരു പേഷ്യന്റ് കേസ് CBT റിപ്പോർട്ടാണ്. സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്നാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അല്ലാതെ 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ചാലഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഏതാണ് രോഗം അല്ലെങ്കിൽ സിംറ്റംസ് ഏതൊക്കെയാണ് എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതും പ്രൊവിഷണൽ ഡയഗ്നോസിസും ഡിഫറൻഷ്യൽ ഡയഗ്നോസിസും നമ്മൾ നടത്താം. ഏകദേശം ഏതാണ് അല്ലെങ്കിൽ ഏതാണ്, ഏകദേശം ഏതാണെന്നുള്ള പ്രൊവിഷണൽ ഡയഗ്നോസിസ്, അതല്ലെങ്കിൽ ഏത് രോഗം ആവേക്കാം, അതാണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഇങ്ങനെയാണ് നമ്മൾ അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്. അപ്പൊ 3rd ഇയറിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഒരു പേപ്പർ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ശരിക്കും കൗൺസിലിംഗ് എങ്ങനെ ചെയ്യുക അതുപോലെയാണ് എടുത്തിട്ടുള്ളത്. 16 ചാപ്റ്റർ ആണ്. പക്ഷെ എന്റെ പിള്ളേർ വന്ന് പറഞ്ഞത് അടിപൊളിയായിട്ട് അവർ എഴുതിയിട്ടുണ്ട് എന്നുള്ളത്. അതെ മാം, പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പം ലൈക്ക് മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നത് 2nd ഇയർ അല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പം ആർ വി ടു ലേറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ആൻഡ് ഓൾ? അല്ലല്ലോ. I can help you with that. ഈവൻ ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നും സൈക്കോളജിയിൽ അറിയാൻ ഞാനൊരു 16 ക്ലാസ്സസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബേസിക്സ് ആയിട്ടുള്ള. ഇപ്പോഴും ഞാൻ സൈക്കോളജി പഠിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവർക്ക് ആ 16 ക്ലാസ്സസ് ആണ് കൊടുക്കാറുള്ളത്. അതിൽ ഒട്ടുമിക്ക സൈക്കോളജിയുടെ ബേസിക്സ് ആയിട്ട് ഈവൻ ഫ്രോയിഡിന്റെ കേസ് സ്റ്റഡി വരെ ഞാൻ അതിൽ പറയുന്നുണ്ട്. സൈക്കോളജി പഠിക്കാൻ ആഗ്രഹിച്ച് വരുന്ന ഒരാൾക്ക് ഈ 16 ക്ലാസ്സസ് ആണ് ഏറ്റവും ബേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. I can provide it in the group. എന്റെ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സൈക്കോളജിയിൽ there is no late. It is all about we start. സാധനമില്ല അവിടെ നമ്മളെപ്പം അതിനകത്ത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഫസ്റ്റ് സെമസ്റ്ററിന് സൈക്കോളജിയിൽ എനിക്ക് D ആയിരുന്നു സ്കോർ. D ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ കോളേജ് ടോപ്പർ ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു എന്റെ PGയുടെ സ്കോർ. ആ D ഞാൻ വീണ്ടും എഴുതി A ആക്കി മാറ്റിയിട്ടുണ്ട്, A+ ആക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് എപ്പൊ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നു അവിടെ തൊട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്നാന്ന് അറിയില്ല. അത് ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിന്റെ കേസ് കീഴില് എങ്ങനെയാണ് കേസ് എടുക്കുക, എന്തൊക്കെയാണ് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക, പ്രാക്ടിക്കൽ ആയിട്ട്. അത് ഓഫ്ലൈൻ ആണ് കേട്ടോ, അത് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. എപ്പോഴെങ്കിലും ഒരു 15 ദിവസമോ 1 മാസമോ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സമയം ഉണ്ടെങ്കിൽ അഫാസ് വെൽനസിലേക്ക് നിങ്ങൾക്ക് വരാം, നമുക്ക് സൈക്കോളജി പഠിക്കാം. അതിൽ 15 ഡേയ്സ് ആണെങ്കിൽ 2 ഡേയ്സ് മാനസ് മെന്റൽ ഹോസ്പിറ്റൽ ആയിരിക്കും ഡ്യൂട്ടി ഉണ്ടായിരിക്കും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സസ് പഠിക്കാൻ വേണ്ടിയിട്ട്. 1 മന്ത് ആണെങ്കിൽ 5 ഡേയ്സ് മാനസ് മെന്റൽ ഹോസ്പിറ്റലും ബാക്കി നമ്മുടെ ക്ലിനിക്കിലുമാണ് ഉണ്ടാവുക. കേസസ് എടുക്കൽ എങ്ങനെയാണ്, എംഎസ് എങ്ങനെയാണ്, ഏതൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉള്ളത്, തെറപ്പി എന്തൊക്കെയാണ്. അതിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? 1 മന്തിന് 4000 ആണ്. അതിൽ ഇന്റേൺഷിപ്പ് റിപ്പോർട്ട്, ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് കിറ്റ് അതൊക്കെ ഉണ്ടായിരിക്കും. 15 ഡേയ്സിന് 2500 ആണ്. സ്റ്റേയും കാര്യങ്ങളൊക്കെ സ്റ്റേ വേണ്ടവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെവിടെയാണ് ഉണ്ടാവുക? അത് ക്ലിനിക്കിന്റെ അടുത്ത് തന്നെ എന്റെ ഒരു വീടുണ്ട്, അവിടെ നമ്മള് കുട്ടികൾക്ക് താമസിക്കാനായിട്ട് വീട്. അപ്പൊ അവിടെ എങ്ങനെ ഫീയും കാര്യങ്ങളൊക്കെ? അത് എനിക്ക് അറിഞ്ഞൂടെ, സ്റ്റാഫിനാണ് അറിയാം. ഈ ഒരു അറൗണ്ട് 3000 ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. 3 നേരത്തെ ഫുഡും ഭക്ഷണവും കാര്യങ്ങളൊക്കെ. മാം എവിടെയാണ് ലൊക്കേറ്റഡ്? കാലിക്കറ്റ് പുറക്കാട്ടി എന്ന് പറയും. കോഴിക്കോട് ടൗണിൽ നിന്ന് ഒരു ഹാർഡ്ലി 15 മിനിറ്റ്സ് ഡ്രൈവ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോളൂ. മാം, അപ്പോ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ മറ്റേ PG എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഹോണേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡിഗ്രി മതി എന്നുള്ള ലെവലിലാവും എന്ന് പറയുന്നുണ്ട്. 4 years ഹോണേഴ്സ് ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അത് ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പൊ നിലവിലുള്ള കേസിൽ നിങ്ങൾ 3 year ഡിഗ്രിക്കാരാണ്, നിങ്ങൾക്ക് 2 വർഷം PG ചെയ്താൽ മാത്രമേ സൈക്കോളജിസ്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 വർഷത്തെ ഡിഗ്രി കൊണ്ട് സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റും. ഓർഗനൈസേഷൻസിലെല്ലാം മാം പറഞ്ഞില്ലേ, IT കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെല്ലാം
അവിടേക്ക് ലൈക്ക് എന്തായിട്ടാണ് അപ്പൊ നമുക്ക് ഇതിൽ കയറാൻ HR പറ്റും? ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാറുണ്ട്. അതിനാണ് OB സ്പെഷ്യലൈസ് ചെയ്യാൻ, PG യിൽ OB സ്പെഷ്യലൈസ് ചെയ്യാൻ HR ഡിപ്പാർട്ട്മെന്റിൽ കിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് IT ഫീൽഡ്. യെസ്, IT-ലോ ഹോസ്പിറ്റൽസിലും HR-ൽ കിട്ടാറുണ്ട്. കിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ. അതിനും PG കംപ്ലീറ്റ് ആവണം അല്ലേ? PG ആയി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിഗ്രി സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതല്ലേ വരത്തുള്ളൂ. അല്ല അപ്പം അവർക്ക് വാട്ട് അബൌട്ട് കൗൺസിലിംഗ്? കൗൺസിലിംഗിനൊക്കെ അതിന് ബേസിക് ക്വാളിഫിക്കേഷൻ. PG മാത്രം പോരാ, നല്ലൊരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് കോൺഫിഡൻസ്. ഒരു രോഗി ഇപ്പൊ നമ്മളടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് വെച്ചാല് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. സോ അവരെ രീതിന്റെ വ്യത്യാസമാണ്. നമ്മൾ ഈ ബുക്കിലൊന്നും അത് പഠിക്കുന്നില്ല. അതൊരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിന് അണ്ടറിൽ പോയി തന്നെ പഠിക്കുകയാണ് ചെയ്യുക. ഞാനൊക്കെ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ പ്രജീഷ് പാലന്ദ്രയുടെ കീഴിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ പോയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തി വന്നിട്ടുള്ളത്. ഡിഗ്രി കൊണ്ട് മാത്രം ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വെക്കുന്ന എവിടെയും നിങ്ങൾക്ക് സൈക്കോളജി PG ഉപയോഗിക്കാം. ബ്രോഡിലൊക്കെ ഈ സൈക്കോളജി ഡിഗ്രി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ടീച്ചറായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പ് ഒക്കെ മാം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് സെക്കൻഡ് ഇയർ തൊട്ടാണോ അതോ തേർഡ് ഇയറിലും ആണോ അതിനെ? ഏറ്റവും നല്ല ഞാൻ പറയും ഫസ്റ്റ് ഇയറിലേ ചെയ്യും നിങ്ങൾ. കാരണം എന്താണ് സൈക്കോളജിനോട് ഇഷ്ടം വരാനൊക്കെ ഒത്തിരി ഹെൽപ്പാണ്. അതെ, അത് മനസ്സിലാക്കാൻ പറ്റും അത് ഇനീഷ്യലി. യെസ്, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടാണ്. ഇഗ്നോ ഡിഗ്രി ഏതാ PG ഏതൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്യാൻ പറ്റും. സെൻട്രൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എൻട്രൻസ് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ഇഗ്നോ അംഗീകരിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി, MG കണ്ണൂർ, കാലിക്കറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. MG കേരള യൂണിവേഴ്സിറ്റി കണ്ണൂരിലൊക്കെ നിങ്ങൾക്ക് കോളേജസിൽ PG റെഗുലർ ആയിട്ട് ചെയ്യാം ഇഗ്നോയില് ഡിഗ്രി വെച്ച്. ഇപ്പൊ അത്രയും കോളേജസിലാണ്. ഓക്കെ ആണല്ലോ. ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരെന്താ ഈ മെഡിക്കൽ കോളേജിലൊക്കെ സ്റ്റൈപ്പൻഡ് മുഖേന അതെന്താ അങ്ങനെ പറയുന്നത്? അതെന്താ? എന്തോ ഡിഗ്രി പെർസ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ചിലരൊക്കെ സെക്കൻഡ് ഇയറിന് തന്നെ മെഡിക്കൽ കോളേജിൽ അവിടെ ഒക്കെ പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ഫീൽഡിൽ പിടിച്ചിരിക്കാൻ ഏറ്റവും മെഡിക്കൽ കോളേജിലോ മെന്റൽ ഹോസ്പിറ്റലോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തിയററ്റിക്കൽ ആയിട്ട് പഠിപ്പിച്ചു തരാൻ പാകത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഉള്ള സ്ഥലത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ കുതിരവട്ടത്ത് ചെയ്ത ആളാ. എനിക്കൊന്നും ഒരു എക്സ്പോഷറും ഒരു എക്സ്പോഷറും ഉണ്ടായിട്ടില്ല. കാരണം ഒത്തിരി ഔട്ട് പേഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം നമുക്ക് അറിയില്ല, ഇൻ പേഷ്യൻസിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമുക്ക് അറിയില്ലല്ലോ. നമ്മളിവിടെ ചെയ്യാൻ ആദ്യം ഒക്കെ പഠിപ്പിച്ചെന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം ആയിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ഓക്കെ ആണോ? നമ്മളിപ്പോ വർക്ക് ചെയ്യണവർക്ക് ഞാൻ വർക്ക് ചെയ്യാണ്. അപ്പോ ഈ ലൈവ് ക്ലാസ്സിന്റെ ടൈമില് നമുക്ക് പറ്റില്ല. ഒരു ബുദ്ധിമുട്ടില്ല. 1 മണിക്കൂർ മാറ്റി വെച്ചാൽ മതി. ഈ ലൈവിന്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് ആപ്പില് അവൈലബിൾ ആവും. അപ്പൊ നമ്മളിപ്പോ അതിന്റെ റെക്കോർഡിങ്സ് ആണ് ഉണ്ടാവും. ഓക്കെ, ഞാനിപ്പോ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും ഇപ്പൊ ഈ ജനുവരിയിൽ ഞാൻ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ? അത് ചെയ്യേം വേണം അല്ലേ? അത് 29th സെക്കൻഡ് ഇയറിന്റെ രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷെ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഞാൻ ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? മാമിന്റെ ഈ നമ്പറിലാണോ കോൺടാക്ട് ചെയ്യേണ്ടത്? ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. എന്റെ നമ്പറും സ്റ്റാഫിന്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. സ്റ്റാഫിന്റെ നമ്പറിൽ എപ്പോഴും കിട്ടും. ഞാൻ ഇടയ്ക്ക് ഔട്ട് ആവും, കാരണം ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. ഇതാണ് എന്റെ നമ്പർ കേട്ടോ. സ്റ്റാഫിന്റെ നമ്പർ, നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള സ്റ്റാഫിന്റെ നമ്പർ അഭിന എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ അഭിനയാണ് ചെയ്യാം. സോ എന്നെ മെസ്സേജ് അയച്ചാൽ മിക്കവാറും ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊന്നും ഫോൺ എടുക്കില്ല. അപ്പം എന്തുണ്ടെങ്കിലും അഭിന നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അതെ, ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോ ഫുൾ ഡേ ആണോ മാം? എങ്ങനെ? രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ വീട് തൃശ്ശൂരാണ്.
അപ്പൊ നമുക്ക് തൃശ്ശൂർക്കാരൊക്കെ വന്ന് നിന്നിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ. ഗീതു ഒക്കെ തൃശ്ശൂരായിരുന്നു, അവരോട് വന്ന് നിന്ന് ചെയ്താണ്. പിന്നെ ഒത്തിരി ദൂരം ഇപ്പൊ ഇങ്ങനെ കണ്ണൂരിൽ നിന്നൊക്കെ വന്ന് ചെയ്യുന്നവർക്കൊക്കെ നമ്മള് ഉച്ചയ്ക്ക് ശേഷം വർക്കാണ്, അപ്പൊ ഓരോ വീട്ടിൽ പോയിട്ട് വർക്ക് വീട്ടിൽ നിന്ന് ചെയ്തോളെന്ന് പറഞ്ഞിട്ട് 2 മണിയാകുമ്പത്തിന് വിടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാവോ? എല്ലാ മാസവും നമ്മളുണ്ട്. ഇപ്പൊ ഒരെണ്ണം കഴിഞ്ഞേ ഉള്ളൂ, ഇനി അടുത്തത് January 15 തൊട്ടിട്ട് ബാച്ച് 13 സ്റ്റാർട്ട് ആവും. അപ്പൊ 15 ഡേയ്സും 1 മന്ത് ഉണ്ടല്ലേ? 15 ദിവസത്തെ തെറപ്പിയുടെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും, ഒരു തെറപ്പി. ഓക്കെ 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 മാം, താങ്ക് യു. എനിത്തിങ് എൽസ് മൈ ഡിയേഴ്സ്? അപ്പൊ എനിക്ക് നിങ്ങളോട് ആകെയുള്ള റിക്വസ്റ്റ്, സൈക്കോസ്റ്റയുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് അറിയാത്തവർക്കൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ ഫ്രീ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ക്ലാസ്സസ് ഞാൻ അവൈലബിൾ ആക്കി തരാം, നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫ്രീ ക്ലാസ്സസ് കാണാം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ജോയിൻ ചെയ്താൽ മതി, ഒരു നിർബന്ധവും ഇല്ല. വെരി ഹാപ്പി. ചോദിച്ചോളൂ. സമയേനെ മാം, ഞാനില്ലേ എനിക്ക് 36 വയസ്സായി. അപ്പൊ ഞാൻ ഇതിന്റെ ഇൻട്രസ്റ്റ് കൊണ്ടിട്ടാണ് ഞാനിപ്പോ എടുത്ത് പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇത് തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ ഏജ് ഒരു തടസ്സമാണെന്നൊരു സംശയം. നിങ്ങള് വിൻസീമ അവിടെ ഇല്ല, വിൻസീമിനൊക്കെ കാട്ടിത്തരാം. എത്രയോ വർഷങ്ങൾക്ക് ശേഷം പഠിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ്, സദീമ, വിൻസീമ, വെരി പ്രൗഡ് ഓഫ് ദം. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. പഠിക്കാൻ എന്തിനാണ് ഏജ് ഒരു ബാറാക്കി വെക്കുന്നത്? ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്. എനിക്ക് എഞ്ചിനീയറിംഗിൽ ഒരു താല്പര്യം ഇല്ലാണ്ട് ആ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പാസ് ഔട്ട് ആയി വീട്ടിലിരുന്നിട്ട് വീണ്ടും 5 വർഷം പഠിച്ചിട്ട് സൈക്കോളജിസ്റ്റ് ആയ ആളാണ്. പഠനത്തിന് ഏജ് ഒരിക്കലും ഒരു തടസ്സമല്ല കേട്ടോ. ഞാൻ 45 വയസ്സ്. കണ്ടോ, അതാണ് മോട്ടിവേഷൻ. എനിക്ക് 60-65 മാം, എനിക്ക് കുഴപ്പമില്ല. അല്ല മാം, എനിക്ക് കുഴപ്പമില്ല, ബാക്കി കണ്ടിന്യൂ ചെയ്യാനും എനിക്ക് പ്രശ്നമില്ല. നമുക്കിപ്പോ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടിട്ടൊക്കെ ആവുമ്പോഴത്തേക്കും ഇനി പ്രായം കൂടി പോവോ, അങ്ങനത്തെ ഒരു ഡൗട്ട്. ഇപ്പൊ നമ്മള് ഇനി ഞാൻ എന്നെ ഇപ്പൊ എത്ര കൊല്ലം ഉണ്ട് വെച്ചിട്ട് ഇപ്പൊ തന്നെ ആയിട്ടുള്ള പ്രായം കൂടിയെന്നൊന്നുമില്ല. ഇപ്പൊ സൈക്കോളജിസ്റ്റ് 2 വർഷം കൂടി ഞാൻ തട്ടിപ്പോവാണെങ്കിലോ? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊക്കെ ഇനിയിപ്പോ പ്രായം കൂടോ കഴിഞ്ഞപ്പത്തേനും ഇനിയും അങ്ങനെയൊന്നുമില്ല. സൈക്കോളജിസ്റ്റ് ആകുമ്പോ എത്ര വർഷം കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വരുന്നില്ലല്ലോ. ഇപ്പത്തെ കാലത്താണെങ്കിൽ കൂടുതലാ, കാരണം മാനസിക പ്രശ്നം ഇല്ലാത്തവര് നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ഡെയിലി കേസസ് ആണ്. ചിലപ്പോ ഞാൻ പറയും അപ്പോയിന്റ്മെന്റ് കൊടുക്കല്ലേ, കാരണം എനിക്ക് വയ്യ. ഓക്കെ മാം, താങ്ക് യു. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഓക്കെ ആണല്ലോ മാം? ഈ ഇന്റേൺഷിപ്പ് കോഴിക്കോട് വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? എറണാകുളത്ത് തന്നെ സാറ് നടത്തുന്നുണ്ട്. ബാക്കിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്റേൺഷിപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. എറണാകുളത്ത് തന്നെ സാറിന് നടത്തുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഡിസ്ട്രിക്ട് വൈസ് ഒന്നും ഇപ്പൊ ഓരോരുത്തരുടെ ഡിസ്ട്രിക്ട് വൈസ് അങ്ങനെ ആയിട്ടൊന്നും. ഡിസ്ട്രിക്ട് വൈസ് എന്താണെന്നറിയോ, നമുക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും ഒരു ഉറപ്പും പോയവര് തന്ന ഫീഡ്ബാക്ക് ഒക്കെ വേണ്ടേ. എറണാകുളത്ത് എവിടെയാന്നൊന്ന് പറഞ്ഞു തരുമോ? എറണാകുളത്തുള്ള ഡീറ്റെയിൽസ് എന്റെ സാറ്, എറണാകുളത്ത് എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എറണാകുളത്ത് സാറിന്റെ കോഴിക്കോടും ഉണ്ട്, എറണാകുളത്ത് ക്ലിനിക്ക് കോഴിക്കോടും ഉണ്ട്, എറണാകുളത്ത് സാർ ചെയ്യുന്നുണ്ട്. ഞാൻ ലൊക്കേഷൻ നോക്കിയിട്ട് പറഞ്ഞുതരാം, എനിക്ക് വലിയ പിടുത്തമല്ല. പക്ഷെ പുള്ളിക്കാരനത് സ്ട്രോങ്ലി സജസ്റ്റ് എറണാകുളത്ത്. ഞാൻ എറണാകുളത്താണ് സ്ഥലം, അതുകൊണ്ടാ ചോദിച്ചേട്ടോ. ഞാൻ അയച്ചേക്കാം. അവിടുത്തെ ക്ലിനിക്കിലുണ്ട്. മാം, അപ്പൊ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോ 15 ഡേയ്സ് ആണോ 1 മന്ത് ആണോ ഏറ്റവും ബെറ്റർ? 1 മന്ത് ഒരു തെറപ്പി പഠിക്കാം. ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു പോകുന്ന പിള്ളേർ പറയാൻ, മാം നമുക്ക് കോൺഫിഡന്റ് ആയി എന്താണ് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം, ഇത് നമ്മളെ കൊണ്ട് കൂടുന്ന പണിയാണോ എന്നും നമുക്ക് മനസ്സിലാക്കാം. മാം 1 മന്തിന്റെ ചോദിച്ചപ്പോ മാം ആണ് PG-ക്കാർക്കാണ് അത് ചെയ്യുന്നത്, UG 15 ഡേയ്സ് ആണ്. ഡിഗ്രിക്കാർക്ക് മുതൽ ഇപ്പൊ 1 മന്ത് ആക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡിഗ്രിക്കാർക്കാണ് 1 മന്ത് വേണ്ടത് എന്നുള്ള രീതിയിലായിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ ഡെപ്തിൽ ഞാൻ റീഡിസൈൻ ചെയ്തു, 1 മന്തിലേക്ക് ആക്കി. PG-ക്കാർക്ക് 3 മന്ത്സിലേക്കും ആക്കി. അത് 1 ഇയറിൽ 1 മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്? 1 മന്ത് ഡിഗ്രി മൊത്തത്തിൽ ഒരു 1 മന്ത് ചെയ്താൽ മതി. ഓരോ വർഷം 1 മന്ത് ഒന്നും വേണ്ട. അല്ല മാം, അപ്പൊ ഒരു മാസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നോ? ശനി ഞായറും ലീവ് ഉണ്ടാവും. ഓക്കെ. പിന്നെ
സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറോ ആണ് ഏറ്റവും ആപ്റ്റ്. കാരണം തേർഡ് ഇയറിൽ നിങ്ങളുടെ സബ്ജക്ട്സ് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ഡിസോർഡർ, കൗൺസിലിംഗ് ഒക്കെയാണ് വരുന്നത്, പോസിറ്റീവ് സൈക്കോളജി. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പഠിപ്പിച്ചു പോകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, പ്രാക്ടിക്കലി ഓറിയന്റഡ് ആയിട്ട് തന്നെ. സെക്കൻഡ് ഇയർ ആണ് ഏറ്റവും ആപ്റ്റ്, അല്ലെങ്കിൽ തേർഡ് ഇയറിന് ഫസ്റ്റ്. കേട്ടോ? എനിക്ക് ഒന്നുകൂടി ക്ലിയർ ആവാണ്ട്, ഈ 3 ഇയർ കൂടിയിട്ടാണോ 1 month ഇന്റേൺഷിപ്പ്? അത് മതി, അത് മതി. 3 ഇയറിലേയും കൂടി 1 month മതി. 1 month. അതൊന്നല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ തേർഡ് ഇയർ സ്റ്റാർട്ട് തേർഡ് ഇയർ തുടക്കത്തിൽ ഏറ്റവും ഞാൻ നടന്നത് ഒന്നെങ്കിൽ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ. കാരണം തേർഡ് ഇയറിൽ നിങ്ങൾക്ക് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും ക്ലാസ്. ഓക്കെ ആണല്ലോ? ഇനി അത് നമ്മൾ ഡിസംബറിൽ എക്സാം എഴുതുമ്പോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ളത് ഡിസംബറിലോട്ടല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതെങ്ങനെ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുന്നത്? ഇപ്പഴേ പ്രിപ്പയർ ചെയ്താൽ അന്നേരം പേപ്പർ എഴുതണ്ടല്ലോ, പാരം കയറ്റി വെക്കണ്ടല്ലോ. 10 സബ്ജക്ട് ഉണ്ട്. ഞാൻ പിന്നെ ആപ്പിൽ അവൈലബിൾ ആക്കും. നിങ്ങൾ ഇഷ്ടമുള്ളപ്പോൾ എഴുതിയാൽ മതി. ഞാൻ ആപ്പിൽ അവൈലബിൾ ആക്കുന്നേ ഉള്ളൂ. ഇഷ്ടമുള്ളപ്പോൾ എഴുതിയാൽ മാം. അപ്പൊ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് പേപ്പർ എങ്ങനെയാണെന്നാ ചോദിച്ചത്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നല്ലേ നിങ്ങളത് ഇനി വരാനിരിക്കുന്ന നിങ്ങൾ ഈ പ്രാവശ്യം രജിസ്റ്റർ ചെയ്തവർക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അസൈൻമെന്റ് ആണോ? അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് Jan 24-ന്റെ. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും എനിക്ക് അയച്ചു തരണേ. ഓക്കെ മാം. ഇനി അഥവാ സെക്കൻഡ് ഇയർ ഇന്റേൺഷിപ്പ് വെക്കുമ്പോ ഈ വെക്കേഷൻ ടൈം ഉണ്ടല്ലോ, ഏപ്രിലും മെയും ജൂണും ഒക്കെ ഉണ്ട്. ഏപ്രിലത് ഫെബ്രുവരി ആകുമ്പോൾ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എനിക്ക് ഏപ്രിലും മെയ്ക്ക് ഫുൾ കുട്ടികൾ ഉണ്ടാവും. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കാരും കണ്ണൂർ യൂണിവേഴ്സിറ്റി, പുറത്തുള്ള യൂണിവേഴ്സിറ്റിക്കാരൊക്കെ വരും. ഓക്കെ? എനി അതർ ഡൗട്ട്സ് ഡിയേഴ്സ്? അപ്പൊ അഡ്മിഷൻ ഓപ്പൺ ആണ്. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക. മാക്സിമം നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്യുക ക്ലാസ്സസ്, റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പാസ്സാവാം എന്നല്ല, നല്ല മാർക്കിൽ പാസ്സാവാം, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. ഇതാണ് സൈക്വസ്റ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ Abdullah signing off. Bye and take care and a very warm good night. Thank you, ma'am. Thanks, ma'am. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് July 23 to Jan 24 ആണ്. അപ്പോഴേക്കും ഉണ്ടാവോ? ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് ഇപ്പൊ എഴുതല്ലേ വേണ്ടുള്ളൂ വെച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. അത് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം. താങ്ക് യു മാം.